അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കുനാഫ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പോവാട്ടോ. അപ്പോൾ കുനാഫ, പിസ്താഷ്യോ ചോക്ലേറ്റ് എന്നിങ്ങനെ കുറേ കേക്കെങ്കിലും ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ആകുന്ന പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന്. അപ്പോൾ ആകെ പണി കിട്ടി. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഈ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടാവില്ലേ, മിൽക്ക് ചോക്ലേറ്റ്, അതിങ്ങനെ കുറച്ചെടുത്തിട്ട് നല്ലോണം ഇങ്ങനെ മെൽട്ടാക്കിയെടുത്ത് ഞാനൊരു അതൊരു പാത്രം ചൂടാകാൻ വെച്ചിട്ട് അതിലേക്ക് ഞാനിങ്ങനെ വേറൊരു പാത്രം വെച്ച് അതിലാണ് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അതിങ്ങനെ നല്ലോണം ഇങ്ങനെ മെൽട്ടാക്കിയതിന് ശേഷം ഞാൻ ഒരു ട്രേയിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പക്ഷേ ഇത് ഒരു ചെറിയ പാത്രത്തിൽ ഒഴിച്ചാൽ മതിയെന്ന് എനിക്ക് പിന്നീടാണ് തോന്നിയത്. ഇത് ഞാൻ ഫസ്റ്റ് ആവേശത്തിന് കയറി ചെയ്ത ഒരു കാര്യമാണ്. പിന്നെ ലാസ്റ്റോട്ടെത്തുമ്പോഴാണ് ഇത് തീരെ കിട്ടാണ്ടായൊക്കെ പോലെ ആയത്. അപ്പോൾ ഞാൻ കുറച്ച് ഇതിൻ്റെ ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് വൈറ്റ് ചോക്ലേറ്റും പിന്നെ ഇതൊക്കെ ഞാൻ ഇതിൻ്റെ മുകളിലിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ശേഷം നമ്മൾ ഈ ആക്കി വെച്ച ഈ ചോക്ലേറ്റിൻ്റെ ഇതുണ്ടല്ലോ, മെൽട്ടാക്കി വെച്ചത്, അതെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ശരിക്കും നല്ലോണം ഒരു പാത്രത്തിൽ നമ്മളിങ്ങനെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാകത്തിന് ചെറിയ പാത്രം ഞാൻ ഇപ്പോൾ എടുത്തതിന് ചെറിയൊരു പാത്രമേ ആവശ്യമുള്ളൂ. പക്ഷെ ഞാനിത് വലിയൊരു ട്രേ എടുത്തുകൊണ്ട് തന്നെ അതിലേക്കൊന്നും ആക്കാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് എത്തിച്ചാണ്. പക്ഷെ അത് ലാസ്റ്റ് ഇങ്ങനെ കിട്ടാണ്ടിരിക്കുന്നൊന്നും ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ അത്ര ഓർത്തും ഇല്ല. അപ്പം ഞാൻ ഫസ്റ്റായിട്ട് ഉണ്ടാക്കിയത് അങ്ങനെയല്ല നമ്മൾ പഠിക്കുന്നത്. അപ്പം ഞാനിതിൽ ആക്കിയ കുറേ ഉണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്തായിരുന്നു. അന്നേരം ഇത് ഞാനിങ്ങനെയൊക്കെയോ ഇങ്ങനെ ഒപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഇത് ഒഴിക്കുമ്പോഴേക്ക് നമുക്ക് ആ പ്ലേറ്റ് ഫുള്ളാവണം, അങ്ങനെയാണ് ഇത് സെറ്റാക്കി എടുക്കേണ്ടത്. അങ്ങനെ ഞാനിതൊരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഫുള്ളാക്കി സ്പ്രെഡാക്കിയതിന് ശേഷം ഞാനിതിനെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാൻ പോവാണ്. ഇനി കുറച്ച് പിസ്ത എടുത്തിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ഇതിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതൊന്ന് വറുത്തതിന് ശേഷം ഞാനിത് തണിയാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒരു സ്പൂൺ ബട്ടർ ഒഴിച്ച് പിന്നെ ഈ സേമിയ ഉണ്ടല്ലോ അത് ഞാൻ നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് അതും തണിയാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പിസ്തയും പിന്നെ വൈറ്റ് ചോക്ലേറ്റും അതൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്താണ് ഞാൻ. ശേഷം അത് രണ്ടും കൂടി മിക്സ് ആക്കുകയാണ്. ഈ കുനാഫിൻ്റെ സേമിയ നമുക്ക് കണ്ടാൽ തന്നെ വേഗം മനസ്സിലാവുമല്ലോ, ചെറിയ ചെറിയതായിരിക്കും, നല്ല നൈസായിട്ടുള്ള. അപ്പോൾ ഞാനത് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. ശേഷം ഞാൻ അപ്പോഴേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അത് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഞാൻ ബാക്കി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് കുറച്ചും കൂടി ചോക്ലേറ്റ് മെൽട്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതും കൂടി ഇട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇനി നമുക്ക് ഒരു 6-8 മണിക്കൂർ കഴിഞ്ഞു. 6-8 മണിക്കൂറിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. അതിനിടയ്ക്ക് ഞാൻ കുറച്ചുകൂടി ഡാർക്ക് ചോക്ലേറ്റ് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് സെറ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഒക്കെ കൂടി സെറ്റായിട്ടില്ല, എല്ലാം കൂടി മെൽട്ടായ പോലെ തന്നെയാണുള്ളത്. പക്ഷേ ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഇത് സെറ്റായിട്ടില്ലെങ്കിൽ കഴിക്കാൻ അടിപൊളിയാണ്. ഇത് വെച്ചിട്ട് ഞാൻ വേറെ നല്ല കുനാഫ ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിലിടാം. അപ്പോൾ എൻ്റെ ചാനൽ കയറിയിട്ട് കാണുക. ഞാൻ ഇത്രയും ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഒന്നുകൂടി വെച്ചിട്ട്. അപ്പോൾ എന്തായാലും കാണാം. ഓക്കെ, ബൈ.